ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ആശുപത്രിയിലെത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച് കാല് ചവിട്ടിയൊടിച്ചു. തലശ്ശേരി ടെലി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരനും വിമുക്ത ഭടനുമായ രണ്ടാം ഗേറ്റ് പൂവളപ്പ് തെരുവിലെ ബൈജു നിവാസിൽ പ്രദീപ് കുമാറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ പ്രദീപ് കുമാറിനെ ടെലി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:15 സംഭവം. തലശ്ശേരി ടെലി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രദീപ് കുമാർ ആശുപത്രിയിലെത്തിയ വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പറഞ്ഞ ദേഷ്യത്തിന് കാറിലെത്തിയ യുവാവാണ് അക്രമം നടത്തിയത്. യുവാവ് കാറിൽ നിന്നിറങ്ങി തലക്കും ചെവിക്കും കൈകൊണ്ട് ബോക്സിംഗ് രീതിയിൽ ഇടിക്കുകയും പ്രദീപ് കുമാറിന്റെ കണ്ണട അടിച്ചു തകർക്കുകയുമായിരുന്നു. ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും പ്രദീപ് കുമാറിന്റെ കാൽ ചവിട്ടിയൊടിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കടവത്തൂർ മുണ്ടത്തോട് സ്വദേശിയായ യുവാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് തന്നെ ആക്രമിച്ചതെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. അപ്പോൾ ഇവിടെ 12:30 ആകുമ്പോൾ പിന്നെ മഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് കംപ്ലീറ്റ് ഹോസ്പിറ്റൽ ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൻ്റെ സമയത്ത് ഇവരെ ഉമ്മാനെയും കൊണ്ട് ഇവരെ റിലേറ്റീവ്സിൻ്റെ ആരോന്നറിയില്ല, ആ കാറിൽ 3 പേരാണ് ഉണ്ടായ, ഡ്രൈവറും പിന്നെ ഇവരടുത്ത ലെഫ്റ്റ് സൈഡിൽ ഈ പറഞ്ഞ വ്യക്തിയും പിന്നെ ബാക്കിൽ ഉമ്മയും. അപ്പോൾ അവരെ അവിടെ വണ്ടി ഇതുപോലെ തന്നെ താഴെ ഇറക്കിയിട്ട് സൈഡിൽ പോകാൻ പറഞ്ഞേരം 2-3 പ്രാവശ്യം പറയേണ്ടി വന്ന് അതിൽ ദേഷ്യപ്പെട്ടിട്ട് അവർ വണ്ടി ഹോസ്പിറ്റലിൻ്റെ ഇറക്കത്തിന് നിർത്തുകയും അവിടെ നിന്ന് വണ്ടി നീക്കാൻ പറഞ്ഞിട്ട് നീക്കാതിരിക്കുകയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ആക്രോശിച്ച് കൊണ്ട് പിന്നെ എൻ്റെ മുഖത്തടിക്കുകയും നിൻ്റെ ഉപ്പാൻ്റെ ഹോസ്പിറ്റലാണടാ ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കുകയാണ് ചെയ്തത്. കാലിന് ഇതുപോലെ തന്നെ എന്നെ വലിച്ച് റോഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം വന്ന് പിടിച്ചപ്പോൾ എന്നെ ചവിട്ടിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഫ്രാക്ചറായി. ഇപ്പോൾ എക്സ്റേ എടുത്ത് അപ്പോൾ ആൾക്കാരെല്ലാം എന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയും അപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.